إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ദിക്ർ എന്നത്, അള്ളാഹുവിനെ ഓർക്കുക എന്നത്. ആ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 62-ാം അധ്യായം സൂറത്ത് ജുമുഅയിലെ 10-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ
നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫളിൽ നിന്ന്, നിഅമത്തിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുകയും ചെയ്യണം. ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ജീവിതമാർഗം തേടി പോകുമ്പോൾ, അതിലൊക്കെ അള്ളാഹു നൽകിയ നിഅമത്തുകളാണത്. ആ നിഅമത്തുകൾ നമ്മൾ തേടാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യണം. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം, വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് 67 അധ്യായം സൂറത്ത് മുൽക്കിലെ 15-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖി വഇലൈഹിൻ നുശൂർ. അവനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ. അതുകൊണ്ട് തന്നെ അതിന്റെ, ആ ഭൂമിയുടെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇലൈഹിൻ നുശൂർ, നിങ്ങൾ അല്ലാഹുവിലേക്കാണ്, ആ അല്ലാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ ചെന്നെത്തേണ്ടവൻ. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന്റെ അടുക്കലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുക. അത് നിങ്ങൾ മറന്നു പോകരുത്. ഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് ഭൂമിയുടെ ആസ്വാദനങ്ങളും ദുനിയാവിന്റെ ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ, അവിടെയും ഉപജീവന മാർഗം അന്വേഷിച്ച് ഭൂമിയിലൂടെ നടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ നാളെ പരലോകത്ത് ആഖിറം എന്ന ലോകം, ആ ലോകം വരാനുണ്ട് എന്നതിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ, അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ സ്മരിക്കുന്നതിനും അള്ളാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചൊല്ലുവാനും ദിക്റുകൾ നിലനിർത്തുവാനും പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അതെല്ലാം വളരെ അധികം ശ്രേഷ്ഠമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അത്തരക്കാർക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം വിജയം ലഭിക്കുമെന്നതാണ്. അതാണ് ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ്. വിജയത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീർ സഅദി അദ്ദേഹം വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. വിജയത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലിയ കാര്യം അത് അല്ലാഹുവിനെ സ്മരിക്കുക എന്നാണ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. പരാജയം നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. എന്നാൽ വിജയം ആഗ്രഹിക്കുന്നതോടൊപ്പം ആ വിജയിക്കാൻ ആവശ്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലെത്തി ആലോചിക്കേണ്ട കാര്യമാണ്. ദിക്റുള്ള ഇല്ലാത്തവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുകയില്ല. താൽക്കാലികമായ വിജയങ്ങൾ ഉണ്ടാകും. ആത്യന്തികമായ വിജയം ദിക്റുള്ള കൊണ്ട് നടക്കുന്ന അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് എന്നതാണ്
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, ഒരു സൈന്യ സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം, പതറിപ്പോകാൻ പാടില്ല. അതോടൊപ്പം വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഏത് രംഗത്തായി പറയുന്നത്? ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു യുദ്ധക്കളത്തിലാണ് പറയുന്നത്. അവിടെയും നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ എന്താണ് മാനദണ്ഡം? അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് എങ്കിൽ ഏത് ഘട്ടമാണെങ്കിലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് തരുമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുമായി ഒന്ന് കഴിഞ്ഞ് അടുത്ത പരീക്ഷണം, ഇങ്ങനെ അടുക്കടിക്കരിക്കായി ഇങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് എങ്കിൽ അവിടെ സഹോദരങ്ങളെ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു മഹത്വം, അത് പാപമോചനം ലഭിക്കുമെന്നതാണ്. പാപമോചനം ലഭിക്കും, മാത്രമല്ല മഹത്തായ പ്രതിഫലം ലഭിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറുല്ലാഹ അസ്സ വജല്ല ലാ യരീദൂന ബിദാലിക ഇല്ലാ വജ്ഹഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് വല്ലവരും ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ, അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ ഇഷ്ടം അത് മാത്രം കാംക്ഷിച്ച് അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു സദസ്സ്, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഇല്ലാ നാദാഹും മുനാദി മിനസ് സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്ന് ഒരു വിളിയാളമുണ്ടാകും. വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? അൻ ഖൗമു മഗ്ഫിറൻ ലക്കും, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളുടെ തിന്മകൾ നന്മയായി മാറ്റപ്പെട്ടിരിക്കുന്നു. ആകാശ ലോകത്തുനിന്ന് വിളിച്ചു പറയുന്നവരാരാ? മലക്കുകൾ വിളിച്ചു പറയും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരു സദസ്സിൽ അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾ, അവിടെയും നിയ്യത്ത് റെഡിയാകണം, ഇഖ്ലാസ്. അത് അള്ളാഹുവിനെ മാത്രം, ആ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാപമോചനങ്ങൾക്ക്, പാപങ്ങൾ ഇതാ പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ പോയിക്കൊള്ളുക എന്നാണ്. മാത്രമല്ല, നിങ്ങൾ ചെയ്തു പോയ തിന്മകൾ, ആ തിന്മകൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടുക മാത്രമല്ല, ആ സ്ഥാനത്ത് പകരം ആ തിന്മകളെ നന്മയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആകാശ ലോകത്തു നിന്ന് വിളിച്ചു പറയുമെന്നാണ്. ഇത് ദിക്റുള്ളയുടെ മഹത്വമാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് والذاكرين الله كثيرا والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ, പുരുഷരെയും സ്ത്രീയെയും ഇങ്ങനെ ഓരോന്നെടുത്ത് പറയും. ഇന്നൽ മുസ്ലിമീന മുസ്ലിമാത്ത്, മുസ്ലിമായ സ്ത്രീയും പുരുഷനും, മുഅ്മിനായ സ്ത്രീയും പുരുഷനും,
നിസ്കരിക്കുന്നവനായ സ്ത്രീയും പുരുഷനും, നോമ്പ് നോൽക്കുന്നവനായ സ്ത്രീയും പുരുഷനും, ഇങ്ങനെ ഇങ്ങനെ എണ്ണി 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 പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും അവർ അവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. പാപമോചനം ലഭിക്കും. നമ്മൾ ഇസ്തിഗ്ഫാർ തേടാതെ അള്ളാഹുവിനോട് അള്ളാഹുവേ എനിക്കെന്റെ പാപം പൊറുത്തു തരണേ എന്ന് പറയാതെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ, സുബ്ഹാനല്ലാഹ് പറയുന്നതിലൂടെ, അല്ലാഹു അക്ബർ പറയുന്നതിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടുന്നതിലൂടെ, അതിലൂടെയെല്ലാം നമ്മൾ പാപമോചനം തേടാതെ തന്നെ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. വലിയ വലിയ മഹത്തായ പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി അവർക്ക് ലഭിക്കുന്ന നേട്ടം, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവരെ ഓർക്കുമെന്നാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ അള്ളാഹു അവരെ ഓർക്കും. അള്ളാഹുവിനെ ഓർക്കാത്തവരെ അള്ളാഹു ഓർക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 152-ാമത്തെ വചനം, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ആകയാൽ എന്നെ നിങ്ങൾ ഓർത്തുകൊള്ളുക, എന്നെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ എന്നെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനും ഓർക്കും. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, അതാണ് മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുലേക്ക് ഒരു ചാണടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കും. അള്ളാഹുലേക്ക് നമ്മൾ എത്ര കണ്ട് വേഗത്തിൽ അടുക്കുന്നോ അതിനേക്കാളും വേഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അടുത്തു വരുമെന്നതാണ്. അതിന് പറ്റിയതാണ് ദിക്റുല്ലാഹ് എന്ന്, അള്ളാഹുവിനെ ഓർക്കുക എന്നത്. അത് ജീവിതത്തിൽ സദാസമയവും സമയകാല വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടായാൽ റബ്ബ് നമ്മെ ഓർക്കുമെന്നതാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവരാണെങ്കിലോ, എന്നിട്ട് അള്ളാഹ് പറഞ്ഞതെന്താ? നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. അള്ളാഹുവിനെ ഓർക്കാത്തവർ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ച്, വെള്ളം കുടിച്ച്, അള്ളാഹു തന്ന ഓരോ അനുഗ്രഹങ്ങളും ആസ്വദിച്ച്, ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് റബ്ബിനെ ഒന്ന് സ്തുതിക്കാൻ, റബ്ബിനെ ഒന്ന് ഓർക്കാൻ നമ്മൾ കഴിയുന്നില്ലെങ്കിൽ അവരെക്കാളും വലിയ നന്ദി കെട്ടവനാരാണ്? വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ല ചൊല്ലി വെള്ളം കുടിക്കാൻ, കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയാൻ, അതുപോലെ അള്ളാഹു നൽകിയ ഓരോ നിഅമത്തുകളും നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിനെല്ലാം ശുക്ർ പറയാൻ, നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാണ്. നന്ദി കേട് കാണിക്കുന്ന ആളുകളായി മാറരുത് എന്നാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുകയും നന്ദി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഓർക്കുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദി ബി. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, എന്റെ ദാസൻ എന്നെ എങ്ങനെയാണ് വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവരെയും വിചാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നല്ലതാണ് വിചാരിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മെ കുറിച്ച് നല്ലതേ വിചാരിക്കും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മോശമായിട്ടാണ് വിചാരിക്കുന്നത്, അള്ളാഹു നമ്മെ കുറിച്ചും മോശമായിട്ടാണ് വിചാരിക്കുക. അല്ലെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഭവങ്ങൾക്ക് കുറവ് വന്നാൽ, ഒരു പരീക്ഷണത്തിന് വിധേയമായി കഴിഞ്ഞാൽ റബ്ബിനെ ചീത്ത പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ
പരിഹസിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റം പറയുന്ന ആളുകൾ, എന്റെ റബ്ബ് കാണുന്നില്ലേ, റബ്ബ് ഇതിനൊന്നും കഴിയില്ലേ സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ എന്നൊക്കെ പറയുന്ന ആളുകൾ. ദുരന്തമുഖത്ത് ഇത്തരം വർത്തമാനങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ നമ്മുടെ നാവിൽ വരാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു നമ്മെയും വിചാരിക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, അവൻ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ സ്വയം മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും സ്വയം ഓർക്കും. അവൻ ഒരു സംഘത്തിന്റെ കൂടെ വെച്ചിട്ടാണ് എന്നെ ഓർക്കുന്നത് എങ്കിൽ അതിനേക്കാളും ഉന്നതമായ, അതിനേക്കാളും വലിയ സംഘത്തിന്റെ കൂടെ ആ കൂട്ടത്തിൽ വെച്ച് അള്ളാഹു നമ്മെ കുറിച്ച് വർത്തമാനങ്ങൾ പറയും, അവിടെ വെച്ച് ഓർക്കുമെന്നതാണ്. അതിനേക്കാളും വലിയ മഹത്വം എന്താ വേണ്ടത്? വലിയ സംഘം. നമ്മൾ ചെറിയ സംഘത്തിന്റെ കൂടെ ആകുമ്പോ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പറയുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ദീനിനെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഉന്നതമായ സംഘം, അതായത് ഏറ്റവും വലിയ ഉന്നതമായ സംഘം എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സംഘമാണ്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹു നമ്മെ കുറിച്ച് അവരോട് സംസാരിക്കുമെന്നതാണ്. അത് അള്ളാഹു ഓർക്കുന്ന ദിക്റുള്ളയുടെ, ആ ദിക്റുള്ളയുമായി നടക്കുന്നവർക്കുള്ള വലിയ നേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സാലിഹ് യർഫഉഹു. അവങ്കിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്, നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. നല്ല നല്ല വാക്കുകളെ, നല്ല നല്ല കർമ്മങ്ങൾ, ആ നല്ല പ്രവർത്തനങ്ങളെല്ലാം അത് ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അത് അള്ളാഹുലേക്കാണ് ഉയർന്നു പോകുന്നത്. ആ നല്ല പ്രവർത്തനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയുമെന്നാണ്. അതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുന്ന, നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, നല്ല സംസാരത്തിന്റെ ആളുകളായി മാറാൻ സാധിക്കണം. പ്രത്യേകിച്ചും ഖുർആൻ പാരായണം. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക, ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മൾ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈ കൊണ്ട് തൊട്ടിട്ട് എത്ര ദിവസമായി? പല ആളുകളും പരിശുദ്ധ റമദാനിൽ ആ ആദ്യത്തെ 10 ദിനങ്ങളിൽ തൊട്ട ആളുകൾ പിന്നെ അടച്ചു വെച്ചതാണ്. ഇതെന്താ പരിശുദ്ധ റമദാനിൽ മാത്രം പാരായണം ചെയ്യുന്ന ഗ്രന്ഥമല്ല, അതിനുവേണ്ടിയല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധമുണ്ടാകണം. അപ്പേ ഖുർആനിന്റെ ആളുകളായി മാറാൻ സാധിക്കുള്ളൂ. ഖുർആൻ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ആ ശുപാർശയുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ നിരന്തരം ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഏതെങ്കിലും സമയത്ത് തോന്നുമ്പോ ഖുർആനുമായി ബന്ധമുണ്ടാകുന്ന ആളുകളല്ല. നമ്മൾ ആലോചിക്കണം, നമുക്ക് ഖുർആനുമായി എത്ര ബന്ധമുണ്ട് എന്നത്. അതോടൊപ്പം ഖുർആൻ പാരായണം, അതുപോലെ പ്രകീർത്തനങ്ങൾ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മാത്രമല്ല, എല്ലാ നല്ല വാക്കുകളും അല്ലാഹുവിലേക്ക് ഉയരും. എല്ലാ നല്ല സംസാരങ്ങളും, ദിക്റുകൾ മാത്രമല്ല, എല്ലാ വാക്കുകളും അല്ലാഹുവിലേക്ക് ഉയരുമെന്നാണ്. ആ അല്ലാഹുവിന്റെ അടുക്കൽ അത് പ്രദർശിപ്പിക്കപ്പെടും. ഉന്നത ലോകത്തെ ആളുകൾക്കിടയിൽ അത് ആ സൽക്രമങ്ങൾ ചെയ്ത, ആ പുണ്യപ്രവർത്തനങ്ങൾ പറഞ്ഞ, നല്ല വാക്കുകൾ സംസാരിച്ച അവനെ കുറിച്ച് ഉന്നതന്മാരായ മലക്കുകളുടെ കൂട്ടത്തിൽ വെച്ച് പുകഴ്ത്തി പറയുമെന്ന് തഫ്സീർ സഅദി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പുകഴ്ത്തി പറയുന്ന, അവരെ കുറിച്ച് നന്മ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം, അതിൽ നാലാമത്തെ കാര്യം, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് എങ്കിൽ മനസ്സുകൾ എപ്പോഴും ശാന്തമായിത്തീരും, മനസ്സുകൾക്ക് എപ്പോഴും സമാധാനം ലഭിക്കും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സമാധാനമില്ല, എപ്പോഴും മനസ്സിന് ഇടങ്ങാറാണ്. വീട്ടിൽ പോയ പ്രയാസം, അങ്ങാടി പോയ പ്രയാസം, എവിടെ ചെന്നാലും സമാധാനം ലഭിക്കുന്നില്ല. ഇതിന് സമാധാനം ലഭിക്കാൻ ആളുകൾ പോകുന്നത് എങ്ങോട്ടാണ്? ആളുകൾ പോകുന്നത് ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, തങ്ങന്മാരടുത്ത്, മുസ്ലിയാക്കന്മാരുടെ അടുത്ത് ഉറുക്ക് കെട്ടാൻ, ഏലസ് കെട്ടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഇത്തരം ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നത്. അല്ലാഹ് പറഞ്ഞത് എന്താണ്? അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ അത് ശാന്തമായി തീരുന്നത് എന്നാണ്. മനസ്സ് ശാന്തമാകാൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്, വേറെ ഒരു ചെപ്പടി വിദ്യകളൊന്നുമില്ലേ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്ന സമയവും അല്ലാഹുവിനെ ഓർക്കാത്ത സമയവും നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. നമുക്ക് മനസ്സ് ശാന്തമല്ല, മനസ്സിന് സമാധാനമില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലാഹുവിനെ ഓർക്കാറുണ്ടോ? അല്ലാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന, സുബഹിക്ക് ശേഷം, ഇന്ന് സുബഹിക്ക് ശേഷം എത്ര പേര് ആ പ്രാർത്ഥന ചൊല്ലി? വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾ, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റിൽ കയറുമ്പോ ഇറങ്ങുമ്പോ, പള്ളിയിൽ കയറുമ്പോ ഇറങ്ങുമ്പോ. ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾ കൊണ്ട് നടക്കുന്നവരാണോ അവർക്ക് മനസ്സുകൾക്ക് പ്രയാസമുണ്ടാവുകയില്ല, മനസ്സുകൾ അശാന്തമാവുകയില്ല. ഇതൊന്നും ചെയ്യാതെ പറയുന്നു ഒരു സമാധാനമില്ല. അല്ലാഹ് പറഞ്ഞത് ശാന്തി ലഭിക്കാൻ അല്ലാഹുവിനെ ഓർക്കണം. ശാന്തി തരുന്നവൻ അല്ലാഹുവാണ്. ആ ശാന്തി തരുന്നവൻ അല്ലാഹുവാണ്. അവൻ പറഞ്ഞത് ചെയ്യാതെ മനസ്സിനൊരിക്കലും ശാന്തത ലഭിക്കുകയില്ല. അതുകൊണ്ട് കൃത്യമായി അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിനെ നിരന്തരം ജീവിതത്തിൽ ഓർക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ആകുമ്പോഴാണ് എല്ലാ വേവലാദികളും പ്രയാസങ്ങളും മനസ്സുകളിൽ നിന്ന് നീങ്ങിപ്പോവുകയുള്ളൂ. ഈ പ്രയാസങ്ങളും വേവലാദികളും അശാന്തിയും ഒക്കെ നമുക്ക് മനസ്സിലിട്ട് തരുന്നത് പിശാചാണ്. ആ പിശാചിനെ, അതിൽ നിന്ന് സംരക്ഷണമാണ് ദിക്റുകൾ. മനസ്സ് അശാന്തമാകുമ്പോഴാണ് പലപ്പോഴും വലിയ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ വരിക, ദേഷ്യപ്പെടുന്നത്, അതുപോലെ ആത്മഹത്യകൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ഉരുണ്ടു കൂടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അശാന്തമായ കാര്യങ്ങൾ, അത് മുഖേനയാണ് മറ്റ് അതിന്റെ പിന്നീടുണ്ടാകുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളായി, മനസ്സ് ശാന്തരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അല്ലാഹുവിനെ നിരന്തരം ഓർക്കുന്ന, സമയവ്യത്യാസമില്ലാതെ, കാലവ്യത്യാസമില്ലാതെ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസമാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അയൽവാസികൾ, നാട്ടുകാർ, കുടുംബക്കാർ, ബന്ധുക്കൾ എല്ലാവരും ഇന്ന് ഖബറുകളിലാണ്. ആ ഖബറുകളിൽ കിടക്കുന്ന എല്ലാവരുടെയും ഖബറും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം ജന്നാത്തുൽ ഫിർദൗസാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബേ, നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ട് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നാളൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് റബ്ബേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ കോപത്തിലാണ് നിന്റെ കോപം. അതുകൊണ്ട് മാതാപിതാക്കളുടെ കോപം അത് കരസ്ഥമാക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനികൾ ആ കാലങ്ങളായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരുടെ പ്രയാസങ്ങൾക്ക് നീ അറുതി വരുത്തണ റഹ്മാനെ. അവർക്ക് ശാന്തത നൽകണ റഹ്മാനെ. അവർക്ക് ക്ഷമ നൽകണ റഹ്മാനെ. ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി റബ്ബേ സ്വർഗം നൽകണ റഹ്മാനെ. അല്ലാഹുവേ, ശത്രുക്കളുടെ ഇത്തരത്തിലുള്ള കുൽസിതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ വിശ്വാസികളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അവർക്ക് ശത്രുക്കൾക്ക് വരുന്ന അപജയങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം നീ നൽകണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا